ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഈദ് മുബാറക് ടു ഓൾ മൈ ഫാം. അപ്പോൾ പെരുന്നാളിൻ്റെ നീണ്ട 5 ദിവസത്തെ ലീവൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇപ്പോൾ എല്ലായിടത്തും ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ മുവൈലയിലുള്ള ഷാർജയിൽ സഫാരി മോളിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അല്ലുക്കുട്ടൻ്റെ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആണല്ലോ, അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ അതായി ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അത് ഞാൻ മേടിച്ചു. അങ്ങനെ അല്ലറ ചില്ലറ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ ലേറ്റായി, പോരുമ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ. എന്നിട്ട് ഓരോന്നൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് അങ്ങനെ നടക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇന്ന് ലാസ്റ്റ് നോമ്പായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് കണ്ടതും അതിൻ്റെ ഇതൊക്കെ വന്നത്. അപ്പം ഇന്ന് ലാസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. നാളെ പെരുന്നാളായതുകൊണ്ട് നമ്മൾ ആ നോമ്പ് തുറക്കുന്നൊരു ടൈമിന് എത്തിയതുകൊണ്ട് തന്നെ അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നോമ്പ് തുറക്കുന്നവർക്ക് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് ഇവിടെ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഫുഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ കുഞ്ഞിപ്പത്തൽ, പിന്നെ കപ്പ് ബിരിയാണി, പിന്നെ 2 പേസ്ട്രീസൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. നല്ല ആംബിയൻസ് ആയിരുന്നേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അതിനകത്തോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അല്ലിക്കുട്ടനും ഒക്കെ കളിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ഫാൻസി ഐറ്റംസൊക്കെ കണ്ടു കേട്ടോ. ഞാൻ പൊതുവേ ഇതൊന്നും വാങ്ങുന്ന ഒരാളല്ല, കാരണം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ കമ്മലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നി ഒരെണ്ണം മേടിച്ചിട്ടോ. ഇടുമെന്നൊന്നും അറിയില്ല, എന്നാലും വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് പല്ലു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറേ കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് തന്നെ ഫുഡ് മേടിച്ച് അവന് കൊടുത്തു. പിന്നെ സാധനമൊക്കെ മേടിച്ചപ്പോൾ നമുക്ക് അരുൺ ഐസ്ക്രീമിൻ്റെ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാവേ. അങ്ങനെ ഒരു നീണ്ട 5-6 മണിക്കൂറത്തെ പർച്ചേസിങ് അല്ല കേട്ടോ. അതിനകത്തൂടെ കറങ്ങി തിരിച്ച് നടന്ന സമയം പോകുന്നതേ അറിയില്ലേ. നല്ല രസമാണ്. പിന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ എത്തുമ്പോൾ 2 മണിയായിട്ടുണ്ട്, ഉച്ചയ്ക്കല്ല, രാത്രി. അപ്പോൾ അരുണിൻ്റെ കിറ്റിനകത്ത് ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പുഷപ്പ് എന്ന് പറയുന്നൊരിത്, പിന്നെ ഒരു സാൻഡ്വിച്ച്, പിന്നെ ഒരു മിനി ചോക്കോ ബാറ്, പിന്നെ ഒരു സ്പൈറലായിട്ടുള്ള മാംഗോയുടെ ഫ്ലേവറിലൊരു സംഭവം, പിന്നെ നമ്മുടെ ഒരു കോൺ ഐസ്ക്രീം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി പിറ്റേന്നത്തേക്ക് കേടണ്ടല്ലോ വെച്ച് ഞാനതങ്ങ് കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച കമ്മൽ. കുഞ്ഞു കമ്മലാണേ. ഇടുമെന്ന് അറിയത്തില്ല, എനിക്ക് ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അല്ലിക്കുട്ടൻ വാങ്ങിയ ബുക്കൊക്കെ എടുത്ത് നോക്കി, അതൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ലേറ്റ് ആയതുകൊണ്ടാവും തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ കാണാം.